നമസ്കാരം. ഞാൻ ബിജീഷ് ഉള്ളൂർ. പ്രൊഫഷണൽ ഒരു ഫുൾ ടൈം ട്രേഡറാണ്. നമുക്ക് വരും ദിവസങ്ങളായാലും നമുക്ക് നിഫ്റ്റിനെ എങ്ങനെയാണ് മാനേജ് ചെയ്യേണ്ടത്, ഏതാണ് റൈറ്റ് ട്രെൻഡ്, കഴിഞ്ഞ ദിവസത്തെ വീഡിയോസ് കാണാത്തവരൊന്ന് കാണാൻ ശ്രമിക്കുക. കാരണം നിഫ്റ്റിയെ കുറിച്ചായാലും ഇമ്പോർട്ടൻ്റ് അപ്ഡേറ്റുകൾ നമ്മൾ നൽകിയിട്ടുണ്ട്. വരാൻ പോകുന്ന ഒരു ദിവസങ്ങളിലായാലും നിഫ്റ്റിയുടെ ഒരു ട്രെൻഡ് റിവേഴ്സൽ ആവുന്നത് എങ്ങനെയാണ്, അതിന്റെ ക്രൈറ്റീരിയ നമ്മളത് സൂചിപ്പിച്ചിരുന്നു. നിഫ്റ്റിയിൽ ഇന്നത്തെ ഒരു ഓപ്പണിംഗ് ശ്രദ്ധിക്കുക. ഇന്നത്തെ ഒരു ഓപ്പണിംഗ് എന്ന് പറയുന്നത് സപ്പോർട്ട് ലെവൽ ബ്രേക്ക് ചെയ്ത് വരുന്ന ഒരു ഓപ്പണിംഗ് ആണ്. നമ്മൾ സൂചിപ്പിച്ചതാണ് ഈ ഒരു ലെവല് സഡൻ ആയിട്ട് ഒരു ഫാള് മാർക്കറ്റിൽ എക്സ്പെക്ട് ചെയ്യാം. ഒരു ലെവൽ ബ്രേക്ക് ചെയ്തു എന്നാൽ ക്വിക്ക് ആയിട്ടുള്ള ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് മാർക്കറ്റിൽ കിട്ടും. പക്ഷെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ബൈർ ഓപ്പർച്യൂണിറ്റിക്ക് ഇമ്പോർട്ടന്റ് കൊടുക്കുക. അതേ രീതിയിലാണ് നമ്മൾ ഓരോ ദിവസത്തെ വീഡിയോസും അപ്ഡേറ്റ് ചെയ്തിരുന്നത്. 24,530 നമ്മൾ സപ്പോർട്ട് നൽകിയിരുന്നത്. ഈ സപ്പോർട്ടിൽ തന്നെ എക്സാക്ട് ആയിട്ട് 24,590 റെസിസ്റ്റൻസിന്റെ മുകളിലേക്ക് കയറി വന്നപ്പോൾ നിഫ്റ്റി കുറച്ചും കൂടി ഒരു സ്ട്രെങ്ത് ആയി. അവസാനത്തെ ഒരു സെക്ഷൻ വരെ ഒരു സ്ട്രോങ് മൊമെന്റ് ആയിരുന്നു. അതിനുശേഷം ഒരു സൈഡ് വേസ് ഒരു മൊമെന്റ് ആയിരുന്നു മാർക്കറ്റിൽ സംഭവിച്ചിരുന്നത്. ഇപ്പൊ വരാൻ പോകുന്ന ഒരു ദിവസങ്ങളിലായാലും നമുക്ക് നിഫ്റ്റിനെ മാനേജ് ചെയ്യാനുള്ള റൈറ്റ് സപ്പോർട്ട് റെസിസ്റ്റൻസ് ഏതാണ്, എങ്ങനെയാണ് നമുക്കൊരു കൃത്യമായിട്ട് മാനേജ് ചെയ്യേണ്ടത്. ഇപ്പോൾ മനസ്സിലാക്കേണ്ട കാര്യം, നിഫ്റ്റിയിലും ലോങ് ടേം ട്രെൻഡ് ഇപ്പോഴും സ്റ്റിൽ കൺസോൾട്ടേഷൻ റേഞ്ചിലാണ്. കാരണം നമ്മൾ പറഞ്ഞിരിക്കുന്ന സപ്പോർട്ട് ലെവലിന്റെ താഴത്തേക്ക് ഒരു ക്ലോസിംഗ് ലെവലിൽ ഡെയിലി ക്യാൻഡിൽ ക്ലോസ് ചെയ്തിട്ടില്ല. ഇപ്പൊ നിഫ്റ്റിയിൽ ഇന്നത്തെ ഒരു സിറ്റുവേഷൻ ആയാലും നമുക്കൊരു ഡെയിലി ക്യാൻഡിൽ നോക്കുകയാണെങ്കിൽ ഡെയിലി ടൈം ഫ്രെയിമിൽ എക്സാക്ട് ആയിട്ട് നമ്മൾ പറഞ്ഞിരിക്കുന്ന ഒരു ലെവലിൽ നിന്ന് ബൗൺസ് ചെയ്യാണ്. മാർക്കറ്റ് ഇവിടെ നിന്ന് ഒരു ബയേഴ്സ് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു ലെവലിൽ നിന്ന് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം സപ്പോർട്ടിന്റെ ഒരു മുകളിലേക്കാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. നമ്മൾ കഴിഞ്ഞ ദിവസം നൽകിയിരിക്കുന്ന ഒരു സപ്പോർട്ടിന്റെ മുകളിലേക്ക് ഒരു ക്ലോസിംഗ് ലെവൽ നിലനിർത്തിയിരിക്കുകയാണ്. ഇപ്പൊ വരും ദിവസങ്ങളിലായാലും ഈ ഒരു സപ്പോർട്ട് വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. ഈ ഒരു സപ്പോർട്ടിന്റെ ഒരു താഴത്തേക്ക് ക്ലോസ് ചെയ്താൽ, ഈ സപ്പോർട്ടിന്റെ താഴത്തേക്ക് ഒരു ക്ലോസിംഗ് ലെവൽ നിലനിർത്തി കഴിഞ്ഞാൽ ഡിപ്പ് ഓൺ ബൈ സ്ട്രാറ്റജി ചെയ്യുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കണം. കൃത്യമായിട്ടുള്ള എൻട്രി കിട്ടിയാൽ മാത്രമാണ് ബൈ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യേണ്ടത്. അല്ലാത്തൊരു സിറ്റുവേഷനിൽ നമുക്ക് കൃത്യമായിട്ടൊരു സപ്പോർട്ടിൽ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു ബൈ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാം. ബൈക്ക് കൂടുതൽ ഇമ്പോർട്ടൻറ്റ് നൽകുന്ന രീതിയിൽ ഇപ്പം ട്രേഡുകൾ പ്ലാൻ ചെയ്യാം. ഇതിൽ ഈ സപ്പോർട്ടിന്റെ ഒരു താഴെ ക്ലോസ് ചെയ്യുന്നത് വരെ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനും ബൈക്ക് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. മാർക്കറ്റ് ഈ ഒരു ലെവലിൽ നിന്ന് ബൗൺസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ബയേഴ്സ് ഈ ഒരു ലെവലിൽ നിന്ന് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ വരും ദിവസങ്ങളിലായാലും നമുക്ക് നിഫ്റ്റിനെ മാനേജ് ചെയ്യാനുള്ള റൈറ്റ് സപ്പോർട്ട് റെസിസ്റ്റൻസ് ഏതാണ് ഇൻട്രാഡേ ലെവലുള്ള റൈറ്റ് സപ്പോർട്ട് റെസിസ്റ്റൻസ് നമുക്ക് നോക്കാം. റൈറ്റ് സപ്പോർട്ട് ഏതാണ്, റൈറ്റ് റെസിസ്റ്റൻസ് ഏതാണ്? റൈറ്റ് സപ്പോർട്ട് ലോവർ ലെവൽ തന്നെയാണ്. നമ്മൾ കഴിഞ്ഞ ദിവസത്തെ അപ്ഡേറ്റ് ചെയ്തിരിക്കുന്നത് 23,540 ആയിരിക്കും ഇനി സപ്പോർട്ട് വരുന്നത്. ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റി 500 താഴെ നിലനിർത്തിയാൽ മാത്രമാണ്. പ്രത്യേകം ശ്രദ്ധിക്കുക. 23,500 കഴിഞ്ഞ ദിവസം നൽകിയിരിക്കുന്ന സെയിം തന്നെയാണ് ലോവർ ലെവല് മാനേജ് ചെയ്യേണ്ട രീതി വരുന്നത്. നിഫ്റ്റിയിലും വരും ദിവസങ്ങളിലായാലും മാനേജ് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. നിഫ്റ്റി 675 താഴെ 24,675 24,675 ആണ്. 24,675 താഴെ നിലനിർത്തി കഴിഞ്ഞാൽ വീക്ക്നെസ് ആണ്. ചെറിയ ടൈം ഫ്രെയിമിലെ ലോ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ലെവൽ തന്നെയാണ് ഓപ്പൺ ചെയ്യുന്നത്. ചെറിയ ടൈം ഫ്രെയിമിലെ ലോ ബ്രേക്ക് ചെയ്താൽ ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാം. ലോവർ ലെവൽ ഇത് തന്നെയാണ് നല്ല സപ്പോർട്ടായിട്ട് കാണുന്നുള്ളൂ. അല്ലെങ്കിൽ ഈ ഒരു ലെവലൊക്കെയാണ് ഓപ്പൺ ചെയ്യുന്നത്. ചെറിയൊരു ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആണ്. ഈ ഒരു ലെവലിലേക്ക് ബൗൺസ് ചെയ്താൽ ഈ ഒരു ലെവലിൽ നിന്ന് ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാം. 675 താഴെ നിലനിർത്തിയ വീക്ക്നെസ് ആണ്. അതുപോലെ തന്നെ ഹയർ ലെവല് റെസിസ്റ്റൻസ് ഏരിയ എന്ന് പറയുന്നത് 745. അപ്പൊ 745 മുകളിലാണ് ഓപ്പൺ ചെയ്യുന്നത്. ചെറിയ ടൈം ഫ്രെയിമിന്റെ ബൈർ ഓപ്പർച്യൂണിറ്റി കിട്ടിക്കഴിഞ്ഞാൽ യൂട്ടിലൈസ് ചെയ്യാം. ചെറിയ ടൈം ഫ്രെയിമിന്റെ ഹൈ ബ്രേക്ക് ചെയ്ത ബൈർ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാം. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് 800 മുകളിലാണ് നിഫ്റ്റിക്ക് സ്ട്രോങ് ആയിട്ടുള്ള കൺസോൾട്ടേഷൻ റേഞ്ചിലെ റെസിസ്റ്റൻസ് വരുന്നത്. അപ്പോൾ നിഫ്റ്റി 24,800 താഴെ നിലനിർത്തിയാൽ മാത്രം ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാം. 24,800 ഈ ഒരു ലെവലിലൊക്കെ സ്ട്രോങ് റെസിസ്റ്റൻസ് ലെവലുകളാണ് വരുന്നത്. അപ്പൊ മാനേജ് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. 800 താഴെ നിലനിർത്തിയാൽ, 800 മുകളിൽ പോയാൽ 800 താഴെ നിലനിർത്തിയ വീക്ക്നെസ് എന്ന് പറയുന്ന രീതിയിൽ മാനേജ് ചെയ്യുക. 24,860 വരെ റെസിസ്റ്റൻസ് ആണ്. 860 വരെ ഈ ഒരു ലെവലിൽ റെസിസ്റ്റൻസ് ഏരിയ ആയിട്ട് എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 840 റെസിസ്റ്റൻസ് ആണ് തൊട്ടടുത്ത് എടുത്തിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു ലെവലിൽ
ബൈയുടെ ഓപ്പർച്യൂണിറ്റി കുറച്ച് റിസ്ക് ആണ്. ഈ ഒരു ലെവല് വിട്ടതിന് ശേഷം വരുന്ന ഒരു ഓപ്പർച്യൂണിറ്റി ആയിരിക്കും. ഈ ഒരു ലെവലിൽ സൈഡ് വേസ് മൊമെന്റ് ആയിരിക്കും മൂവ്മെന്റിന് സാധ്യത. ഇൻ കേസ് 860 മുകളിലാണ് ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ അടുത്ത റെസിസ്റ്റൻസ് 895, 895 റെസിസ്റ്റൻസ് വരുന്നത്. 895 താഴെ നിലനിർത്തിയാൽ മാത്രമാണ് വീക്ക്നെസ് വരുന്നത്. വരും ദിവസങ്ങളിലായാലും ഇൻട്രാഡേയിൽ തന്നെ മാനേജ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. കൃത്യമായിട്ട് ഡയറക്ഷൻ ഓരോ ദിവസത്തെ ഒരു ക്ലോസിംഗ് അനുസരിച്ച് നമുക്ക് അപ്ഡേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. മാർക്കറ്റിലെ വലിയ ഓപ്പർച്യൂണിറ്റി ആയിട്ട് നമുക്ക് ഒരു ദിവസം അപ്ഡേറ്റിൽ വീണ്ടും കാണാം. താങ്ക് യു.